അന്നത്തെ പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ നിറഞ്ഞ പ്രശ്നങ്ങളെ അന്ന് തന്മയത്വത്തോടും കൂടി നേരിടുന്നത് അതിശയത്തോടെയും അഭിമാനത്തോടെയും നോക്കിക്കാണുന്നുണ്ട്. അതിലൊന്നാണ് TV പൂരം സെമിത്തേരി വിഷയം. ഇന്നത്തെ തലമുറയ്ക്ക് അന്യമായ ആ വിഷയത്തെ കുറിച്ച് ഒന്ന് ഓർമ്മിച്ചെടുക്കാം. കാരണം ഞാൻ SNDP യോഗത്തിന് ആരുമല്ല, SN സെക്രട്ടറി ആയിരിക്കുന്ന കാലത്താണ് തീവ്രം പ്രശ്നം വന്നു. ആ തീവ്രം പ്രശ്നം വന്നപ്പോൾ വൈക്കം എന്ന് പറഞ്ഞ ആ പ്രദേശം എനിക്ക് ആത്മീയമായ ബന്ധമുള്ളതാണ്. കാരണം ചോറ് തിന്നാൻ പോയത് അവിടെയാണ് ആദ്യം. അന്നദാന പ്രഭുവാണ്. മക്കളില്ലാതെ ആമക്കളില്ലാതെ വളക്കാലത്ത് ഇടവേളയ്ക്ക് ശേഷം ജനിച്ചതാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ അമ്മയെ അച്ഛനും നേർന്നതാണ് അമ്പലപ്പുഴ വർക്കല വൈക്കത്ത് പോയി ഭക്ഷണം. അന്ന് വൈക്കത്ത് പോയി ഭക്ഷണം കഴിച്ച് ആദ്യം ചോട്ടുപുരയിൽ കയറി ഭക്ഷണം കഴിച്ചവനാണ് ഞാൻ. കാരണം അന്നും പ്രസിഡന്റ് ഉണ്ടായി. വിനോദക്കാർക്കൊന്നും അവിടെ കൊടിമര ചുവട്ടിലാണെങ്കിൽ അതിനെ എതിർത്ത് എൻ്റെ അച്ഛൻ ആദ്യം സത്യാലയത്തിനകത്ത് ഉണ്ണാനുള്ള ഭാഗ്യം കിട്ടി. അങ്ങനെ പലതുകൊണ്ടും ആ യൂണിയനും ആ നാട്ടുകാരുമായിട്ട് നല്ല ബന്ധമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനന്ന് SNDP ആരുമല്ല, SN ട്രസ്റ്റിന്റെ സെക്രട്ടറിയാണ്. ഇങ്ങനെ ശിബിത്തേരി പ്രശ്നമുണ്ടെന്നും ഉള്ള വിവരവും ശാശ്വത സ്വാമിയെ പറയുന്നു. അങ്ങനെയാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അന്ന് യോഗ നേതാക്കന്മാരായിരുന്ന നമ്മുടെ യോഗനാഥൻ ഉൾപ്പെടെയുള്ളവരെല്ലാം അവിടെ ചെല്ലാനോ പ്രശ്നത്തിൽ ഇടപെടാനോ പറയാനോ യാതൊരു തൻ്റെ ഇടം കാണിക്കാതെ അവർ ഒളിച്ചൊഴിയപ്പോൾ ഞാൻ അവിടെ ചെന്നു. നമ്മുടെ ആളുകളെല്ലാം പോലീസ് മർദ്ദിക്കുന്നു, ഒരുപാട് യാതനകളും വേദനയും അനുഭവിക്കുന്നു, അവരെല്ലാം ഒളിച്ചോടുന്നു. ഇതെല്ലാം കണ്ടപ്പോഴാണ് എനിക്ക് വേദന തോന്നി. ഞാൻ അവിടെ സംസാരിച്ചപ്പോഴും എനിക്കൊരു കാര്യം മനസ്സിലാക്കി. അവിടെയുള്ള ആളുകൾ, അവിടുത്തെ പള്ളിയിലെ ആളുകളും അവിടുത്തെ പുരോഹിതന്മാർ ഉൾപ്പെടെ ഡിമാൻഡ് വെച്ചത് ഈ പള്ളിക്ക് ചുറ്റുമുള്ള ആ സമുദായത്തിലെ ആളുകൾ നിങ്ങളൊന്ന് മാറുക, എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വന്നേക്കാം എന്താണ് ആവശ്യപ്പെട്ടത്. അതെനിക്ക് ഒരുപാട് വേദന തോന്നി. ഒരു പള്ളിപ്രദേശത്ത് ചുറ്റുമുള്ളവരെല്ലാം മാറണം, അതേ സമയത്ത് ആ പള്ളിയെ നേർത്താൻ നിങ്ങൾ ഒഴിയണം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ ഒരു സമുദായത്തിൽ പറയാനുള്ളതാണ്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, എന്തിന് ജനം മാറണം? നിങ്ങൾ പള്ളി മാറിയാൽ പോരെ, പള്ളി നിങ്ങൾ തന്നേലി ജനം അവിടെ താമസിച്ചോട്ടെ എന്ന് പറയാനൊരു അവസരമുണ്ടായി. അതിൻ്റെ പേരിൽ ഒരുപാട് ചർച്ചകളും സംവാദങ്ങളും എന്നെ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് ഒരുപാട് ഉദ്ദേശങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ട്. ഞാൻ ക്രിസ്ത്യൻ സമുദായത്തിൽ ഉദ്ദേശിക്കാനല്ല, അവർ പറയുന്നത് മറുപടിയാണ്. ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ മാറണം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ജീവിച്ചിരിക്കുന്ന മനുഷ്യനോട് നിൽക്കാൻ അവൻ മാറാതെ നിൽക്കുന്ന ഒരു സാധനത്തെ സംരക്ഷിക്കാൻ ചുറ്റുപാടുള്ള സാധാരണക്കാരെല്ലാം മാറുകയും ചെയ്യണമെന്നുള്ള അവരുടെ സമുദായ ശക്തി സമാഹരിച്ചുകൊണ്ടുള്ള അവരുടെ സമീപനം ദാർഢ്യവും അഹങ്കാരമാണെന്ന് എനിക്ക് വന്നുകൊണ്ട് അതിന് ചുറ്റ മറുപടി ഞാൻ കൊടുക്കേണ്ടി വന്നു എന്നുള്ളത് നേരാണ്. അതെൻ്റെ സമുദായ സ്നേഹമാണ്. പക്ഷെ ആ സമുദായ സ്നേഹമായി ബന്ധത്തിൽ ഒരുപാട് പീഡനം വന്നപ്പോൾ അവിടെയെല്ലാം ഞാൻ കൊണ്ട് താമസിച്ചു എൻ്റെ വീട്ടിലാണ്. ഇവിടെ 10-400ഓളം പേരെ ഞാൻ പോലീസിൻ്റെ പീഡനങ്ങളും ദുരിതങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടായപ്പോൾ ഇവിടെ കൊണ്ട് താമസിപ്പിക്കേണ്ട ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ജീവിതത്തിൽ പല പല അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. ഇതൊന്നൊരു സേവനമായി കണക്കാക്കി, മാത്രമല്ല അവർക്കെല്ലാം ഭക്ഷണം കഴിക്കാൻ മാർഗമില്ലാത്തപ്പോൾ അവർക്കെല്ലാം ഞാൻ ഉണ്ടായിരിക്കും സാധനങ്ങൾ എല്ലാം അവിടെ എത്തിച്ചു കൊടുത്തു. അങ്ങനെ ജീവിതത്തിൽ നന്മ ചെയ്യുക, സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങുക, അതാണ് എൻ്റെ നയം. അതല്ലാതെ വെറും വാചകം പറയുക മാത്രമല്ല, കർമ്മം നമ്മൾ ചെയ്യണം. ദുഃഖം തീർക്കാമെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, കണ്ണീര് കുടിക്കാൻ ചെല്ലുകയല്ല, കണ്ണീര് ഒപ്പലായിരിക്കണം നമ്മുടെ കർമ്മം. പലപ്പോഴും ഓരോ സ്ഥലത്തും ജയിച്ചും അവിടെ അനുശോചനം പറഞ്ഞു പോവുക എന്നാണ് പല രാഷ്ട്രീയക്കാരുടെയും സമീപനമെങ്കിൽ നമുക്ക് അനുശോചനമല്ല, അവരുടെ ദുഃഖങ്ങൾക്ക് പരിഹാരമൊക്കെയുള്ള മാർഗങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് വർത്തമാനകാലത്ത് ആവശ്യമെന്നുള്ള ആ തിരിച്ചറിവാണ് എനിക്കുള്ളത്. SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയായിട്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എന്ന കരുത്തനല്ലാതെ മറ്റാളില്ല എന്ന് അന്നത്തെ ശ്രീനാരായണീയ സമൂഹവും ശിവഗിരി മഠവും ചിന്തിക്കാനിടയായ സാഹചര്യമല്ലേ ശിവഗിരിയിലെ പോലീസ് ആക്ഷനും അതുപോലെ തന്നെ SNDP യോഗം റിസീവർ ഭരണത്തിലായിരുന്നു. അതിനെ എങ്ങനെയാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത്? കാരണം
ഞാനിത് ഒരു നിമിത്തം പോലെ വന്നതാണ്. എൻ്റെ ഗുണം കൊണ്ട് ഞാൻ ജയിച്ചതല്ല, എതിരാളികളുടെ ദോഷം കൊണ്ട് ഞാൻ ജയിച്ചതാണ്. ശിവേരി പ്രശ്നവുമായി ബന്ധപ്പെട്ട് അന്നത്തെ യുവ നേതാക്കന്മാർ സമീപിച്ച ആ സമീപനത്തെ കേരളത്തിലെ സമുദായങ്ങൾക്കെല്ലാം ശക്തമായ വിദ്വേഷമുണ്ടായി. ആ വിദ്വേഷം അണപൊട്ടി പുറത്തോട്ട് തന്നെ യൂണിയനും ശാഖകളും സമുദായവും എല്ലാം ഭയങ്കരമായ പ്രതിഷേധത്തിരിക്കുന്ന സമയത്താണ് എൻ്റെ തെരഞ്ഞെടുപ്പ് വന്നതും തെരഞ്ഞെടുപ്പ് ഞാൻ അഭിമുഖീകരിച്ചതും. ആ അഭിമുഖീകരിച്ചപ്പോൾ പോലും ഒരു തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമെന്നോ നടത്താൻ സാധിക്കുമെന്നോ ഉള്ള വിചാരമില്ലാതെ നടത്തിക്കാതിരിക്കാനുള്ള എല്ലാ കുതന്ത്രങ്ങളുമായിട്ടാണ് അന്നത്തെ യുവ നേതൃത്വം നീങ്ങിയെങ്കിലും അതെല്ലാം തടയിട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള എല്ലാ കൗശലങ്ങളും പ്രായോഗികമായും നിയമപരമായും ഞങ്ങൾ നടത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് വന്നു. ആ തെരഞ്ഞെടുപ്പ് നടന്നതോടുകൂടി എതിർത്തവർക്ക് ഒരു വെട്ടിവെച്ച കാശ് പോലും കിട്ടാതെ ജയിച്ചു. അങ്ങനെ ഭരണത്തിൽ കയറിയ ശേഷമാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയിൽ എന്തെല്ലാം പുരോഗതി ഉണ്ടാക്കണമെന്നും സാമ്പത്തിക സമുദായത്തിൽ എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കണമെന്നും ചിന്തിച്ചുകൊണ്ട് ചെയ്ത പലവിധ കർമ്മങ്ങളിലൊന്നാണ് മൈക്രോ ഫൈനാൻസിനെ പറ്റി ഞാൻ പറഞ്ഞു. അതുകൂടാതെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എത്രയാണ്, സ്വാശ്രയ കോളേജ് എത്ര പുതിയ സ്ഥാപിച്ചു, എയ്ഡഡ് നമ്മുടെ സ്ഥാപനങ്ങളിൽ തന്നെ ഇതുപോലെ കോഴ്സുകൾ ഞാൻ കൊണ്ടുവന്നു. +2 എത്ര സ്ഥാപിച്ചു. കേരളത്തിൽ വടക്കേറ്റം തൊട്ട് തെക്കേറ്റം വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒന്നുമില്ലാത്തൊരു ജില്ലയില്ല. ഞാൻ വരുമ്പോൾ 16 ജില്ലയിൽ 7 ജില്ലയിൽ മാത്രമേ നമുക്ക് ചെറുതും വലുതുമായുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ ഇന്ന് 14 ജില്ലകളിലും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നമുക്ക് സ്ഥാപിക്കാൻ സാധിച്ചത് ജനങ്ങളുടെ സഹകരണവും സഹായവും നമ്മുടെ കൂട്ടായ്മയും ഒന്നുകൊണ്ട് മാത്രമാണ്. എൻ്റെ മാത്രം കഴിവുകൊണ്ടില്ല, സമുദായത്തിലെ എല്ലാ ആളുകളും എന്നോട് അഹമികയായി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ വിജയം. ഒരു വ്യക്തികൾ വിചാരിച്ചാൽ മാത്രം നടക്കുന്നതല്ല. വ്യക്തികളാണെങ്കിൽ ഞാനൊരു വ്യക്തി എന്ന നിലയിൽ ഞാൻ വെറും സീറോയാണ്. എന്നെ ഹീറോ ആക്കുന്നവരാണ്. ഇതിനോട് സഹകരിക്കുന്ന ആളുകൾ എല്ലാ അഹമികയായി പ്രവർത്തകർ സഹകരിച്ചുകൊണ്ടാണ് ഈ രംഗത്ത് വിജയം കൊയ്യാൻ സാധിച്ചത് എന്ന തിരിച്ചറിവ് എനിക്കുണ്ട്. വർഷക്കാലം കടിച്ചുകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ദേവസ്വം പ്രസിഡന്റ്, അതൊക്കെ ചരിത്രമാണ്. അതുപോലെ SN ട്രസ്റ്റിന്റെയും SNDP യോഗത്തിന്റെയും അമരക്കാരനായിട്ട് 4 നൂറ്റാണ്ടിലധികം കാലം കഴിഞ്ഞു. നമ്മുടെ കുമാരനാശൻ പോലും 18 വർഷം ജനറൽ സെക്രട്ടറി ആയിട്ടിരുന്നു എന്നാണ് നമ്മൾ വായിച്ച് അറിയാൻ സാധിക്കുന്നത്. ഈ വിജയ രഹസ്യം, ഇത്ര മനോഹരമായി നയിക്കുന്നതിന്റെ വിജയ രഹസ്യം വേറെ ഒന്നുമില്ല. ഈ 30 കൊല്ലം കടിച്ചുകുളങ്ങര ദേവസ്വം ഭരിച്ചു. ഏതാണ്ട് 28 കൊല്ലത്തോളം SNDP സംരക്ഷണം ഭരിച്ചു. ജനോപകാരപ്രദമായ രീതിയിൽ ജനങ്ങളുടെ മനസ്സിലാക്കി ജനത്തോടൊപ്പം അവരെ സ്നേഹിച്ച് അവർക്ക് വേണ്ടി നാം പ്രവർത്തിച്ചാൽ ജനം നമ്മൾ ഉൾക്കൊള്ളും. ജനസേവനം സ്വന്തം ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു സേവനമായി കണക്കാക്കാതെ ദുരിതവും ദുഃഖവും അനുഭവിക്കുന്ന നമ്മുടെ സമൂഹത്തിലെ സാധാരണക്കാരെ കൈപിടിച്ച് ഉയർത്താൻ നമുക്ക് എന്തെല്ലാം സാധിക്കുമോ അത് ചെയ്യാൻ നമ്മൾ തയ്യാറായാൽ ജനം നമ്മോടും കൂടി ഉണ്ടാകും എന്നുള്ള തെളിവാണ് ഞാൻ ഇത്ര കൊല്ലം ഭരിക്കാൻ അവസരം ഉണ്ടായത്. അതിൻ്റെ ഗുരുദേവന്റെയും കണിച്ചുടങ്ങന്റെ ദേവിയുടെയും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും എനിക്ക് ലഭിച്ചിട്ടുമുണ്ട്. ഈ പ്രവർത്തനകാലത്തെ തീക്ഷ്ണാനുഭവങ്ങളിൽ നിന്നും പൊതുസമൂഹത്തോട് ശ്രീനാരായണിയോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് എന്നോട് കൊല്ലാൻ ശ്രമിച്ചവരുണ്ട്. ഞാൻ ആശുപത്രിയിൽ ദുരിതം അനുഭവിച്ച് കിടക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് എന്നെ ചീത്ത പറഞ്ഞവരുണ്ട്. ഒരു തെറ്റും ചെയ്യാത്ത തന്നെ എന്തെല്ലാം പറഞ്ഞു. അവരോടെല്ലാം എനിക്ക് ഒന്നേ പറയാനുള്ളത്, അവർക്ക് ദൈവം മാപ്പ് കൊടുക്കട്ടെ. കാലങ്ങൾ കഴിയുമ്പോൾ ശരിയെന്ന് മനസ്സിലാക്കി അവിടെ തെറ്റുതിരുത്തി ഒരുപാടുള്ള ചിന്തകളും ഭാവനകളും ഉണ്ടായി. സമൂഹം നന്നായി നിന്നുകൊണ്ട് സമുദായത്തെ വളർത്തേണ്ട ഒരു നേരം
അവിടെ ഇവിടെ ഇരുന്നുകൊണ്ട് കല്ലെറിയാൻ, മാത്രമല്ല അനുയായില്ലാത്ത നേതാക്കന്മാർ ഈ ഇരുന്ന് കല്ലെറിഞ്ഞ് സ്വയം കല്ലേറ് മേടിച്ചതല്ലാതെ ഈ അനുയായില്ലാത്ത നേതാക്കന്മാർക്ക് സമുദായത്തിലോ സമൂഹത്തിലോ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് ഇപ്പൊ തന്നെ ട്രസ്റ്റിന്റെ തെരഞ്ഞെടുപ്പ് കണ്ടില്ല. ഒരുപാട് എന്തൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞു ആഗ്രഹിച്ചെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഒറ്റ സീറ്റെങ്കിലും ജനാലെ കിട്ടും. അപ്പൊ ജനം ഒറ്റ നിൽക്കുമ്പോഴും നമുക്കുള്ള ചില ശുദ്ധീകരണം ഇതുപോലുള്ള സ്ഫടികമായി നിൽക്കുന്ന ജലത്തിനകത്ത് കല്ലിട്ട് ഓണങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിലും മറ്റെല്ലാ മേഖലയിലും ഒരു അവഗണനയോ അംഗീകാരവും കിട്ടാത്തതിന്റെ കാരണം എന്താണ്? ഇതൊന്നാമെന്നുള്ള ചിന്തയില്ല. ഒന്നായി നിൽക്കുന്ന ചെറിയ സമുദായത്തിൽ പോലും ഇന്ന് സർക്കാരിനെ ഉറപ്പിച്ച് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന അവസരം അല്ലേ ഇന്ന്. നിങ്ങൾക്കറിയാം, വിഴിഞ്ഞം ബോട്ടിന് കാര്യം തന്നെ ആലോചിച്ച് നോക്കൂ. എത്തി സമുദായം ആ ഒരു ഇട്ടാവട്ടത്തിൽ നിന്ന് ഒത്തുകൂടിക്കൊണ്ട് അവരോട് ഒന്നായി നിന്ന് സമരത്തിൽ നടത്തിയപ്പോൾ സർക്കാരിന്റെ അടിപ്പാറ എന്നതെല്ലാം മേടിച്ച് ഒട്ടുകുത്തിക്കാൻ നമുക്ക് സാധിച്ചില്ലേ? ഈ സമുദായത്തിന്റെ കൂട്ടായ്മ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ചില ദുഷ്ടശക്തികൾ അന്നും ഇന്നും നമ്മുടെ കൂടെയുണ്ട്, പണ്ടുമുണ്ട്. ഇവർക്കെല്ലാം നല്ല ചിന്തകളും ഭാവനകളും അവർക്കുണ്ടാകട്ടെ എന്നും നമുക്കൊന്നാകാൻ മാത്രമേ നന്നാകാൻ സാധിക്കുമെന്നും ആ നന്നാകുന്നതിന് വേണ്ടി നമുക്കെല്ലാം ഒന്നായി പ്രവർത്തിക്കാൻ സാധിക്കുവാനാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും യാഥാർത്ഥ്യമാകാത്ത സ്വപ്ന പദ്ധതികൾ എന്തെങ്കിലുമുണ്ടോ? പദ്ധതികൾ ഒരുപാടുണ്ട്. ഈ പദ്ധതികൾ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും എല്ലാത്തിനും പണം വേണം. നമ്മുടെ സമൂഹത്തില് പണം തരുന്ന ഒരാളുകളും ഉണ്ടോ? ഉദ്യോഗം വേണോ എന്ന് ചോദിച്ചാൽ പൈസ തരാമെന്ന് പറയും. അർപ്പണ മനോഭാവത്തോട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നതിന് കൈവച്ച് സംഭാവന നൽകി ആരുമില്ല. 6 സെന്റ് ഉണ്ടായിരുന്ന കാലത്ത് കുടിപ്പണം പിരിച്ചും കെട്ടുകന്ന് എണ്ണ മേടിച്ചും പൈസ തന്നിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ലാഭം നോക്കി മാത്രം പണമാക്കുന്ന ഒരു സമൂഹമായി ഇവൻ മാറി. നിങ്ങളാണെങ്കിൽ മുസ്ലിം ക്രിസ്ത്യാനികളൊക്കെ ആണെങ്കിൽ അവിടെ സമ്പന്നന്മാരെല്ലാം തന്നെ അവിടെ പിന്നോക്കത്തിലോ ദാരിദ്ര്യത്തിലോ ദുരിതത്തിലോ അനുഭവിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ അവരുടെ പ്രവർത്തനത്തിന്റെ നിശ്ചയം തന്നെ അവരുടെ ആത്മീയ നേതൃത്വം പറഞ്ഞാൽ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ ഈവനെ സംബന്ധിച്ചിടത്തോളം കൊടുക്കാനുള്ള കിട്ടാൻ എന്തെല്ലാം ഉണ്ടോ? അവന് വിമർശിക്കാവുന്നെല്ലാം സാധിക്കുമോ? വിമർശിക്കുകയല്ലാതെ നന്മ പറയുക, അല്ലെ പ്രവൃത്തി ചെയ്യുന്ന കൊള്ളാം ഇങ്ങനെല്ലാം ഉണ്ട് അങ്ങനല്ല, ഏതിനും വിമർശിക്കുക. ഈ വിമർശിച്ചു പോകുമ്പോൾ നമ്മൾ കർമ്മപദം പരിപാടി വേറെ ഉണ്ടെങ്കിലും ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ നമുക്ക് സാധിക്കാതെ പോകുന്നു. ട്രസ്റ്റ് യോഗ തെരഞ്ഞെടുപ്പ് വരെ നമുക്ക് നടത്താൻ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? വേറെ സമുദായത്തിന്റെ വെല്ലുവിളി ഉണ്ടാണോ? സ്വന്തം സമുദായത്തിൽ നിന്നുള്ള വെല്ലുവിളിയുണ്ട്. ഈ സംഘടന ഈ തെരഞ്ഞെടുപ്പ് നടത്താത്തതുകൊണ്ട് എന്തെല്ലാം സംഘടന മറച്ചുപോയില്ലേ? ഓരോ യൂണിയന്റെയും ശാഖയുടെയും പ്രത്യേക യൂണിയനിലെ തെരഞ്ഞെടുപ്പ് നടക്കണ്ടേ? ആ തെരഞ്ഞെടുപ്പ് നടന്നാലേ ലൈവായും ശക്തമായും മുമ്പോട്ട് വരും. ഇതിനുള്ള ഒരു അവസരമില്ലാത്തതുകൊണ്ട് നമുക്ക് ഒരുപാട് ആശയങ്ങൾ യാതൊരു കാര്യത്വമില്ല. പക്ഷെ പ്രായോഗിക തലത്തിൽ വരുമ്പോൾ സമുദായം അതിന് പിൻബലം തരാനോ നല്ല കുറവും പറയാനോ പോലും ആളില്ല എന്നുള്ളൊരു ദുഃഖം മാത്രമാണ് എനിക്കിപ്പോൾ ഉള്ളത്. തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സിവിൽ സർവീസ് കോച്ചിങ് ഫ്രീ ആയിട്ട് കൊടുക്കണം. അതെ, ഇനി അത് തുടരുക ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതും വേണ്ടത്ര നമ്മുടെ കുട്ടികൾ പ്രയോജനപ്പെടുത്തില്ല. അധികം പൈസ തന്നെയുള്ളു. നമ്മുടെ കുട്ടികളൊന്നും ഒരുപാട് ഉറച്ചു നിൽക്കുന്നില്ല. ഞാൻ നേരത്തെ ചോദിക്കണമെന്ന് കരുതിയിരുന്ന 2-3 ചോദ്യമുണ്ട്. പക്ഷെ സമയം പോയത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ ആഗ്രഹിച്ചിരുന്ന 2-3 ചോദ്യം അദ്വൈതാശ്രമത്തില് അങ്ങ് അവധിക്കാലം ചെലവഴിച്ചിരുന്നു. ആത്മീയ ജീവിതം നയിച്ച സന്യാസിമാരോടൊപ്പമുള്ള ആ ജീവിതം അങ്ങേക്ക് സമ്മാനിച്ച ജീവിത പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കും. അല്ല, ഞാൻ ഹോളിഡേയ്സ് വരുമല്ലോ പണ്ട് ചെറുപ്പത്തില്. അതായത് നമ്മുടെ സ്കൂളൊക്കെ അടച്ചു കഴിഞ്ഞാൽ അന്നെല്ലാം ഞാനൊരു ചെറിയൊരു കുസൃതിക്കാരനായിരുന്നു.
അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ചേർത്തല താലൂക്കുകാർക്ക് വേറെ പ്രാതിനിധ്യം നൽകുന്നത് അബ്ദുൽ ആലുവയാണ്. നമ്മളുടെ വളരെ കുറിച്ച് താമസിക്കാൻ പോകുന്നു അവിടെയാണ്. അപ്പൊ എൻ്റെ അളിയനായാലും പെങ്ങന്മാർക്കാണെങ്കിലും അവിടെ സ്വന്തമായ കെട്ടിടം പോലും ഉണ്ടാക്കിയിട്ടുണ്ട് താമസിക്കാൻ. എൻ്റെ മൂത്ത സഹോദരിയുടെ ഭർത്താവ് അവിടെ ഒരു താമസിക്കാൻ ഒരു കെട്ടിടം തന്നെ ആശ്രമത്തോട് ചേർന്ന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ വെക്കേഷൻ സമയമാകുമ്പോൾ എന്നെ ദുർഗുണ ഭാഷയിൽ അയക്കുന്ന പോലെ നേരെ അദ്വൈതാവസ്ഥയെ കൊണ്ട് താമസിക്കാനിട്ടായിരുന്നു. ഞാൻ അവിടെ അന്നത്തെ ശങ്കരാനന്ദ സ്വാമിയാണ്, ഏറ്റവും അവസാനത്തെ മഠാധിപതിയാണ്. ശങ്കരാനന്ദ സ്വാമിയാണ് അദ്ദേഹം. ആ സ്വാമിജി എന്നെ ഒരുപാട് സ്നേഹിക്കുകയും വാത്സല്യം തരികയും ചെയ്തിട്ടുണ്ട്. അവിടെ ഒരുപാട് മാവും പ്ലാവും ഒക്കെ ഉണ്ട്. അവിടുന്ന് ഇഷ്ടം മാങ്ങായൊക്കെ തിന്ന് ഇഷ്ടംപോലെ ചക്കയൊക്കെ തിന്ന് അങ്ങനെ ഉല്ലസിച്ച് അവിടെ നടക്കും. എന്നിട്ട് ചാടി ആശ്രമം കടവിൽ കയറി കുളിക്കും. കുളിച്ചു വന്ന് നമുക്ക് കഞ്ഞി കഴിച്ചാൽ കഞ്ഞി, അത് വയറ് കഴിച്ച പയറ്, ഇതെല്ലാം തന്ന് നല്ല സന്തോഷമായിട്ട് അവിടെ കഴിഞ്ഞ് അതെല്ലാവരും സന്ധ്യ ആകുമ്പോൾ പ്രാർത്ഥിക്കാൻ ഗുരുവിൻ്റെ മുൻപിൽ പ്രാർത്ഥിക്കാൻ ചെല്ലാം. അവിടെ നിന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ ജീവിതത്തിൽ ചെറുപ്പം തൊട്ട് എല്ലാവരും പ്രാർത്ഥിക്കാൻ ഗുരുവിനെ വന്ദിക്കാനൊരു അവസരം ആ ആശ്രമ ജീവിതം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അനുഗ്രഹം കൊണ്ടായിരിക്കാം ഇന്നും ഗുരുവിൻ്റെ നാമധേയത്തിൽ സേവിക്കാനൊരു അവസരം എനിക്ക് ലഭിച്ചത് എന്ന് ഞാൻ കരുതുന്നു. മിലിറ്ററി, അതെ, ഞാന് സാധാരണ ഡ്രൈവിങ്ങിനെല്ലാം തന്നെ ഗുരുക്കന്മാരുണ്ടാകാറുണ്ട്. എനിക്ക് ഗുരുക്കന്മാരില്ല. അതെന്ത് ചോദിച്ചാൽ എൻ്റെ ജ്യേഷ്ഠന് മിലിറ്ററി മോഡലിൽ ഒരു മൂക്ക് കപ്പിയിരിക്കും മോഡലിൽ ലോറി ഉണ്ടായിരുന്നു. ആ ലോറി ഷെഡിൽ കൊണ്ടുപോയിട്ടേക്കും. ഞാൻ ആ ഷെഡിൽ നിന്നാണ് ആദ്യം ലോറി എടുത്താണ്, ലോറിയിലാണ് പഠിക്കുന്നത്. ഒരു ഗോപാലൻ എന്ന് പറയുന്ന ഡ്രൈവർ ഉണ്ടായിരുന്നു. ആ ഗോപാലിന് മണിയടിച്ച് സൂത്രറി പറഞ്ഞ് ആണ് ഈ പഠിക്കാനുള്ള അവസരം. അതുകൊണ്ട് ആദ്യം പഠിച്ചപ്പോൾ തന്നെ ക്ലച്ച് വിട്ടാതെ സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഒറ്റ ചാട്ടം മുമ്പോട്ട് ചാടി വരുന്ന മണ്ണിറക്കുന്ന ഞവരിയുണ്ട്, ഞവരി ഉൾപ്പെടെ എല്ലാം ഇടിച്ച് പൊളിച്ചിടാൻ. അങ്ങനെ ആദ്യമേ തന്നെ ഞാനൊരു പൊളിപ്പൻ പണിയാണ് ചെയ്തത്. അതിനുശേഷം ഈ മിലിറ്ററി ലോറിയിൽ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചത്. ഈ ചെറുപ്പത്തിലെ കുറിച്ച് പറയുമ്പോഴേ കടിച്ചുകുളങ്ങര ബോയ്സ് സ്കൂളിൽ, കടിച്ചുകുളങ്ങര സ്കൂളിലെ KSU ആദ്യത്തെ ചെയർമാനായി നിന്നയാള് ഇടതുപക്ഷ സഹയാത്രികനായി മാറിയ കഥ അത് വളരെ ചെറുതായിട്ട് ഞാൻ പറയാം. ഞാൻ കടിച്ചുകുളങ്ങര സ്കൂളിലെ ആദ്യത്തെ KSUവിന്റെ ചെയർമാനാണ്. അന്ന് മേധാവി AK ആന്റണി, PK കുര്യാക്കോസ്, അങ്ങനെ അവരൊക്കെയാണ്. ആന്റണി ചേർത്തല സ്കൂളിൽ പഠിക്കുന്നു, വയലാർ ST കോളേജിൽ പഠിക്കുന്നു. അങ്ങനെ ഇവരെല്ലാവരുമായിട്ട് ഒന്നിച്ച് നല്ല സഹവർത്തിത്വത്തോടു കൂടി പോകുന്ന കാലത്ത് KS തുടങ്ങിയ കാലമാണ്. അപ്പോൾ ഞാനും ആന്റണിയും കൂടി ഈ താലൂക്ക് മുഴുവൻ സ്കൂളിൽ KS ഉണ്ടാക്കാൻ ഞങ്ങൾ ഒന്നിച്ച് നടന്നിട്ടുണ്ട്. അന്ന് SFI ആണ്, SFI ഉള്ളു. അന്ന് എല്ലാ സ്കൂളിലും SFI ആണ്. ആദ്യത്തെ ഇലക്ഷൻ വന്നു. ഞാൻ ആദ്യമായിട്ട് KS കാൻഡിഡേറ്റായിട്ടൊന്നും മത്സരിച്ച് ജയിച്ചു. ആദ്യത്തെ KSUവിൻ്റെ ചെയർമാനായി ഞാൻ സ്കൂളിൽ. ആ സ്കൂളിൽ കയറിയിട്ട് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷവും അതുപോലെ പ്രയാസം ഉണ്ടായത് ഈ KSUവിന് ചെയർമാനായാൽ എന്തെല്ലാം ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ചെയർമാനായാൽ എല്ലാ ആഴ്ചയിലും ഒരു സമ്മേളനമുണ്ട് സ്മാൾ സ്കൂളിൽ. അതിന് ഞാൻ അധ്യക്ഷനായിരിക്കണം, പ്രസംഗിക്കണം, വിഷയം തരും. ചങ്ങമ്പുഴ. ഞാൻ നോക്കിയിട്ട് ഈ പുഴ എവിടെ നിന്ന് തുടങ്ങുന്നു എവിടുന്ന് അവസാനിക്കുന്നു നമുക്കൊരു പിടിയില്ല. അപ്പൊ ഞാൻ മണ്ടനായിട്ടിരുന്നു. ഇന്ന് ആ വിഷയം പിടിക്കും, അടുത്ത വിഷയം, ഈ വിഷയം അടുത്ത ദിവസം തരാം എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് പിന്നെ പോയി ഞാൻ പഠിച്ച് ചങ്ങമ്പുഴ എന്ന് പറഞ്ഞൊരു പുഴയല്ല, അത് സാഹിത്യകാരനാണ്, എഴുത്തുകാരനാണ്, കവിയാണ് എന്നൊക്കെ പഠിച്ചു. അങ്ങനെ ചെറുപ്പത്തിൽ ഇങ്ങനെ കയറി ഇരുന്നതുകൊണ്ട്, അതുകൂടാതെ ഞാൻ മൈക്കിൻ്റെ മുമ്പിൽ ചെല്ലുന്നതും ആദ്യമായിട്ട് ചെയർമാനായിട്ട് ഇവിടെ കന്നി അഞ്ചിന് വളരെ പ്രസിദ്ധമാണ്. കന്നി അഞ്ച് അന്ന് തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്ത് നിന്ന് ഡോക്ടർ സുകുമാരൻ ആണ് പ്രസംഗിക്കാൻ വരെന്ന് പറയുമ്പോൾ ഇവിടെ ആയിരക്കണക്കിന് സൈക്കിളാണ്.
അന്ന് ഭയങ്കര ആളാ വരുന്നത്, അദ്ദേഹത്തെ വരുത്തിയത്. അപ്പോ അന്നത്തെ സാറ് ഉണ്ട്, ദാസ് സാറ്, പുള്ളി ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, താൻ ചെയർമാനാണ്, സ്വാഗതം പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ മൈക്കിൻ്റെ മുമ്പ് ഇതിൽ വന്നിട്ടില്ല, എന്നോട് പറയില്ല ദൈവത്തിൽ വിളിച്ച് ഞാൻ കാല് പിടിച്ചിട്ട് പോയി സംഭവിക്കണം. ചെയർമാൻ സ്വാഗതം പറഞ്ഞോ, സ്കൂളിലെ ചെയർമാനാണ്, സ്കൂളിലെ നേതൃത്വത്തിലാണ് കനിയഞ്ച് നടത്തുന്നത്. ഞാൻ പിന്നെ അവസാനം സാറെന്നാണ് നമ്മളുടെ കാരണം, സ്വാഗതം സാറ് എഴുതണോ. അത് ഞാൻ ആളാതെ വിളിച്ച് പറയും, എന്തെങ്കിലും വരി തെറ്റിയ സാറ് പുറകിൽ തന്നെ ഇത് അസൈലായിട്ട് ഇരുന്നോളാം, അത് തെറ്റിയ സാറ് പറഞ്ഞു തന്നോളാം. അതാണ് സംഭവിച്ചത്. അങ്ങനെ ആദ്യം സ്വാഗത പ്രാസംഗികനായിട്ട് ഞാനവിടെ സ്വാഗതം പറഞ്ഞ് മൈക്കിൻ്റെ മുന്നിൽ, അന്ന് 15 രൂപ കൊടുത്താൽ മൈക്കും സെറ്റും ചേർത്താന്ന് കൊണ്ടുവന്ന് അടുത്തുള്ള സ്ഥാപിച്ചെടുത്തിട്ട് പോകും. അങ്ങനെ ആദ്യത്തെ കന്നിപ്രസംഗം എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആൾ മുമ്പിൽ കൊണ്ടിരിക്കുമ്പോൾ കാണാതെ പിടിച്ച് സ്വാഗതം പറഞ്ഞ് തടി തപ്പിയാണ് ഞാൻ നിന്നത്. അങ്ങനെയാണ് സ്കൂൾ ജീവിതത്തിൽ പൊതുപ്രവർത്തനത്തിലായാലും ഒരു ബാലപാഠവും അതോടൊപ്പം തന്നെ മൈക്കിലൂടെ പറയാനും സഭാകമ്പമില്ലാതെ പറയാനും ഒക്കെ ഒരു അവസരം എനിക്ക് ചെറുപ്പത്തിൽ സ്കൂൾ ജീവിതത്തിൽ കിട്ടുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ സ്കൂൾ ജീവിതം എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ എനിക്കുള്ള ഒരു ദുരന്തം എന്ന് പറയാൻ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയതിൻ്റെ ഒരു ചരിത്രം കൂടെ പറയാം. ഞാനങ്ങനെ എനിക്ക് മുന്നിപ്പ് ഇവിടെ അമ്പലത്തിൽ കള്ളവുള്ള പാടില്ല എന്ന ഒരു തീരുമാനം ഞാനെടുത്തു. അന്ന് എനിക്കെതിരായി നിന്നത് ഇവിടുത്തെ പ്രമാണിയായും പ്രഗത്ഭനുമായ ഒരു കോൺഗ്രസ് നേതാവും സമ്പന്നനുമായ ഒരു മുതലാളിയാണ്. അതുപോലെ കള്ളവുകളാണോ, ഞാനും ഒരു കൂട്ടം ചെറുപ്പക്കാരിലുണ്ട് ഒരു കാരണവശാലും അമ്പലത്തിൽ പാടില്ല. അപ്പോൾ ഇത് വന്നപ്പോൾ, ഇത് ഉത്സവത്തിൽ വന്നപ്പോൾ, പൊതുയോഗത്തിൽ വന്നപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തത് അന്ന് MS നടേശൻ എന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറി എൻ്റെ അഭിപ്രായത്തിന് സപ്പോർട്ട് പറഞ്ഞ് പ്രമേയം പാസ്സാക്കി. അപ്പൊ എന്നെ സഹായിച്ചതാരാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അങ്ങനെ ഞാൻ കമ്മ്യൂണിസ്റ്റായി. അങ്ങനെ ഞാൻ ഇവിടെ ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കേണ്ടി വന്നു. അതിനുശേഷം ഞാൻ അവിടെ മാത്രമല്ല മത്സരിച്ചത്, ഞാൻ പഞ്ചായത്ത് മത്സരിച്ചു, കണിച്ചുള്ള അത് തോറ്റു, കണിച്ചുള്ള അമ്പലത്തിൽ നിന്ന് മത്സരിച്ചു, പാർട്ടിയുടെ സപ്പോർട്ടോട് തന്നെ അവിടെ എല്ലാം ജയിച്ചു. അതിനുശേഷം പാർട്ടി എന്നെ BDC ചെയർമാനാക്കി. അതായത് ബ്ലോക്ക് അഡ്വൈസറി കമ്മിറ്റി എന്ന് പറയും. അതായത് ഒരു ബ്ലോക്ക് അഡ്വൈസറി, ആദ്യത്തെ ജനകീയ ബ്ലോക്കിന്റെ ആദ്യ സെക്രട്ടറി ചെയർമാൻ ഞാനാണ്. അതിന് മുമ്പെല്ലാം BDC ചെയർമാൻമാർ RDOമാരാണ്. ആ BDC മെമ്പർമാരെന്ന് പറഞ്ഞാൽ ഈ ബ്ലോക്കിന്റെ അകത്തുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാര്, MPമാര് ഉൾപ്പെടെയുള്ളതാണ് ആ BDC മെമ്പർമാർ. അവരാണ് ബ്ലോക്കിൽ നിന്ന് ഇതിന്റെ വികസനത്തെ പറ്റി, ഫൈവർ പ്ലാനിനെ പറ്റിയും, കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഫൈവർ പ്ലാൻ നടത്തുന്ന പല സ്കീമുകളും അത് ഗ്രാമപ്രദേശത്ത് നടപ്പാക്കുക, ഇതെല്ലാം നടത്തുക, അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനമായിരുന്നു. അങ്ങനെ BDC ചെയർമാനായ ഞാൻ, BDC ആദ്യത്തെ ചെയർമാൻ. അങ്ങനെ ഞാൻ ഇവിടെ നാട്ടിൽ മുഴുവൻ കക്കൂസുകളില്ലാത്ത നാടായിരുന്നു. പിന്നെ ESP കക്കൂസുകളിൽ കക്കൂസുകൾ സ്ഥാപിച്ചു കൊടുക്കുക, കൊല്ലന്മാർക്ക് ആലയും അതുപോലെ തന്നെ കോഴി തല്ലാനുള്ള അവരുടെ പണിയായുധങ്ങൾ കൊടുക്കുക, ഇങ്ങനെ പല സ്കീമുകൾ ഇട്ടുകൊണ്ട് ഈ നാട്ടിൻ പ്രവർത്തനങ്ങളിലെല്ലാം ഞാൻ നടന്നു. ഈ ബ്ലോക്കുമായി സഹകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കണം നിങ്ങൾ എന്നുള്ളൊരു ആശയം കേട്ട് ഞാൻ നാഷണൽ സയൻസ് സ്കീം എന്ന് പറഞ്ഞൊരു ആശയം അന്ന് എൻ്റെ ഒരു ഓഫീസർ എന്നെ സമീപിച്ചു. അപ്പം എനിക്ക് ആശയം തോന്നി, ഈ നാഷണൽ സ്കീമിലൂടെ ഈ പാവങ്ങൾക്ക് സമ്പാദ്യശീലം ഉണ്ടാകണം. സ്ത്രീകൾക്ക് അവർ കിട്ടുന്നത് അപ്പോൾ മുട്ടടിച്ചാൽ പോരാ, എന്തെങ്കിലും ശീലം ഉണ്ടാകും. അപ്പോൾ നാഷണൽ സ്കീമിൽ ഒരു പെട്ടി അവർ തരും. ആ പെട്ടി നിക്ഷേപിക്കാവുന്നൊരു പെട്ടിയാണ്. ആ പെട്ടിക്ക് കണ്ടാൽ നല്ല മനോഹര സെൻട്രൽ ഗവൺമെൻറ്റാ, 1 രൂപയാണ്. ഞാൻ അമ്മയെ ചുറ്റിച്ചിട്ട് അമ്മയെ പറഞ്ഞത്, ഞാൻ ഇങ്ങനെ സ്കീം എന്നതാണ്, അമ്മ എനിക്കൊരു 500 രൂപ തരണം. പോയി 500 രൂപ അമ്മ വന്നു, അതുകൊണ്ട് പോയി നാഷണൽ സയൻസ് ഓഫീസ് ആലപ്പുഴ കൊടുത്ത് 500 പെട്ടി മേടിച്ചു. ഞാൻ എന്നിട്ട് കാണിച്ചിടങ്ങളിൽ എല്ലാ വീടുകളിലും 500 വീടുകളിൽ പെട്ടി വെച്ചിട്ട് താക്കോൽ എൻ്റെ കയ്യിൽ.
നിങ്ങളെല്ലാം പണം ഇട്ടോണം, ഞാൻ തരത്തില്ല താക്കോല്. മാസം ഞാൻ തുറന്ന് നിങ്ങൾക്ക് കണക്കിൽ ഞാൻ ബാങ്കിൽ കൊണ്ട് പോസ്റ്റ് ഓഫീസിൽ ഇട്ടോളാൻ പറഞ്ഞു. സമ്മതിച്ച് വെട്ടിവെച്ച ശേഷം എനിക്ക് പറ്റി വലിയൊരു അപകടം. തുറന്നിട്ട് പണം ഞാൻ ബാങ്കിലിട്ടേക്കാൻ തോന്നുന്നു. അന്ന് ഈ രാജ്യത്ത് ബാങ്ക് ഇരിക്കണം. പോസ്റ്റ് ഓഫീസിൽ നിന്ന് പോസ്റ്റ് ഓഫീസ് ബാങ്കിങ് സർവീസ് ഇല്ല. ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസ് ചെറുതാവുന്നു. ഞാൻ ആകെ വിഷമിച്ച് പറഞ്ഞ വാക്ക് വായിക്കാൻ നിവൃത്തിയില്ല. ഞാൻ ഉടനെ ഡിസ്ട്രിക്റ്റിലെ പോസ്റ്റ് ഓഫീസ് അവർ പോയി കണ്ടു. സ്ത്രീയാണ്. ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞു, ഞാനിങ്ങനെ സ്കീം നടപ്പാക്കിയാലേ നിങ്ങൾ നാഷണൽ സേവിങ്സ് സ്കീം എന്നൊക്കെ പറഞ്ഞ് വെട്ടിയും വെച്ച് തന്നിട്ട് ഞാൻ ആ സ്കീം കൊണ്ടുവന്നിട്ട് അത് പണം കൊണ്ടുവരാൻ പാടില്ലല്ലോ. അതുകൊണ്ട് പൊന്നു സാറേ എന്നെ രക്ഷിക്കണമോ? അവർ പറഞ്ഞു, ഞാൻ നാളെ പോസ്റ്റ് ഓഫീസിൽ വന്നേക്കണ്ടോ? അത് നേരെ പോസ്റ്റ് ഓഫീസിൽ കളിച്ചതാണ്. അതപ്പം തന്നെ നാഷണൽ സേവിങ്സ് അക്കൗണ്ട് തുടങ്ങാനുള്ള അധികാരം ആ പോസ്റ്റ് ഓഫീസിൽ കൊടുത്തി കളിച്ചതാണ്. അങ്ങനെ ഞാൻ അവിടെ എല്ലാം ഈ സ്ത്രീകളെല്ലാം പേരിൽ അക്കൗണ്ട് തുടങ്ങിയിട്ട് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് കിട്ടും. ഇങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇതെന്താണ് ഇവരെങ്ങനെ നടപ്പിലാക്കി എന്നുള്ളതിനെ പറ്റി അറിയാൻ സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് എന്നെ തിരക്കി ഇവിടെ വന്നു. ഇതിന് മാത്രമല്ല, പിന്നെ തണ്ണീർമുക്കം പഞ്ചായത്തിൽ നടപ്പാക്കി, 2 പഞ്ചായത്ത് ഗംഭീരമായിട്ട് നടപ്പാക്കി. അപ്പോൾ ഇവരിതെങ്ങനെ പറ്റിക്കുന്നതും എങ്ങനെ നടപ്പിലാക്കുന്നതെന്നും മനസ്സിലാക്കാൻ സെൻട്രൽ ഗവൺമെന്റ് വന്നു. അങ്ങനെ നല്ലൊരു കർഷകനായിട്ട് പ്രവർത്തനമായിട്ട് നടപ്പോൾ എന്നെ ഗുൽസാറിലെ നന്ദ അന്ന് എന്നെ നേരെ ഡൽഹിയിലേക്ക് ഒരു കർഷകൻ എന്ന നിലയിലും അത് എല്ലാവരും കർഷകന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗം എന്ന നിലയിൽ എന്നെ തെരഞ്ഞെടുത്തുകൊണ്ട് വിട്ട് ഞാൻ ഡൽഹിയിൽ പോയിരുന്നു. അദ്ദേഹം എനിക്കൊരു സ്വീകരണമൊക്കെ ഞാനൊരു പേരുടെ കൂട് പല രീതിയിലുള്ള പല മേഖലകളിലുണ്ട്. അത് എനിക്കും കൂടെ ഒരു സ്വീകരണം തന്നു. അങ്ങനെ പൊതുപ്രവർത്തനത്തിൽ പല മേഖലയിൽ പല വിധത്തിൽ പലതും ചെയ്യുന്നുണ്ട്. പലതും ഇപ്പോൾ ഓർക്കുന്നത് എല്ലാം മറന്നു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ സമ്പാദ്യശീലവും വർദ്ധിപ്പിക്കാൻ വേണ്ടി പല വിധത്തില്ല പല സ്കീമുകളും ഞാൻ നടപ്പാക്കിയിട്ടുണ്ട്. ചെറുപ്പത്തിലെ നാഷണൽ സേവിങ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതുപോലെ കെട്ടുകണ സംവിധാനം ഞാൻ ചെയ്തല്ലോ. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇന്നിപ്പോ നമ്മൾ മൈക്രോ ഫൈനാൻസിലേക്ക് എത്തിയത്. അങ്ങനെ എൻ്റെ ജീവിതം പറയാനാണെങ്കിൽ ഒരുപാട് കഥകൾ ഇങ്ങനെ പറയാനുണ്ട്. പലരും മറന്നു പോകുന്നുണ്ട്. ആരാതിരുന്നതും സിനിമാ നിർമ്മാണ രംഗത്ത് തുടരാതിരുന്നതും കേരളത്തിലെ ഈഴവ സമൂഹത്തിന്റെ ഭാഗ്യമായിട്ട് കരുതുന്നു. ഈഴവ സമുദായ സമുദ്ധാരണത്തിന് വേണ്ടിയിട്ടുള്ള താങ്കളുടെ സ്വപ്ന പദ്ധതികളൊക്കെ യാഥാർത്ഥ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തളിച്ചുകുളങ്ങര അമ്മയുടെയും ശ്രീനാരായ ഗുരുദേവതപാദങ്ങളുടെയും അനുഗ്രഹം താങ്കൾക്കും കുടുംബാംഗങ്ങൾക്കും ആയുരാരോഗ്യ ഐശ്വര്യ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ വിലയേറിയ സമയം ഈ ഇന്റർവ്യൂവിനായി ഹൈറേഞ്ച് സ്ലിപിയുടെ തന്നതിന് ഹൃദയപൂർവ്വമായ നന്ദി. നമസ്കാരം.